പ്ലാന് എന്തുകൊണ്ട് നമ്മൾ വിജയിക്കുന്നില്ല? അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ല. നമ്മൾ ഓടുന്ന നെഗറ്റീവ് കേൾക്കുമ്പോൾ ആ നെഗറ്റീവിന്റെ പുറകെ പോവാണ്, പോസിറ്റീവിലേക്ക് വരാതെ. പോസിറ്റീവാണ് കേൾക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് റിയാനത്ത് മേഡത്തെ പഠിക്കണം, നമ്മൾ പഠിക്കേണ്ടത് ആയിഷ മേഡത്തെ പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് മിനി മേഡത്തെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇന്നും നമ്മൾ ഈ ടീമിന്റെ ഏറ്റവും വലിയ ആള് മിനി മാഡം ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് വന്നതാണ്. ഇന്ന് അവരെ കീഴിൽ എത്ര ലക്ഷം ആളുകളാണ് വന്നത് അല്ലേ? എത്ര ലക്ഷം ആളുകൾ, ആ ലക്ഷം ആളുകളെ അവര് വന്നു. എത്ര ആളുകൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു, എത്ര ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. 17-ാം തീയതി നിങ്ങൾ റിയാനത്ത് മാഡത്തിന്റെ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ ആരെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നിട്ടില്ലെങ്കിലും മിനി മാഡത്തിന്റെയും ആയിഷ മാഡത്തിന്റെയും കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് വരും. എന്തിന്റെ കണ്ണീര്? അസൂയന്റെ കണ്ണീരല്ല, സന്തോഷത്തിന്റെ കണ്ണീര്. സന്തോഷത്തിന്റെ കണ്ണീര്. ഒന്നുമില്ലാത്ത ഒരാളെ ഇത്രയും ഉയർച്ചയിലേക്ക്, കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, നമ്മളില്ല ചൊല്ലി കേട്ടിട്ടുണ്ട്, കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നമ്മളെ മുന്നിൽ കാണാണ്. അതേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ മുമ്പിലുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ പ്ലാന് പഠിച്ചിട്ട്, ഇതിന്റെ 7 സ്റ്റെപ്പ് പഠിച്ചിട്ട് കമ്പനി പറയുന്ന സിസ്റ്റത്തിൽ പോകണം. കമ്പനി പറയുന്ന സിസ്റ്റത്തിൽ, ആ സിസ്റ്റത്തിൽ പോയാൽ മാത്രമേ വിജയിക്കുള്ളൂ. അല്ലാതെ അങ്ങനെയും ഇങ്ങനെ പോയാലൊന്നും വെസ്റ്റേജിൽ എന്നല്ല, ജീവിതത്തിൽ എവിടെയും നമ്മൾ എത്തിപ്പെടൂല. നമ്മൾ സ്വപ്നങ്ങൾ കാണണം. ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ടിട്ട്, ആ സ്വപ്നത്തിൽ കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ പോരാ, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ? നിങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് ഇത് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെല്ലാം ഒരു വിവാഹം നടന്നപ്പോ ആഗ്രഹിച്ചിട്ടില്ലേ? ഒരു വീട് വെച്ചപ്പോ ആഗ്രഹിച്ചിട്ടില്ലേ? അതുപോലെ നടന്നിട്ടുണ്ടോ? നമ്മളെ മക്കളുടെ വിവാഹം നമ്മൾ അന്ന് ആഗ്രഹിച്ചത് കിട്ടാത്ത രീതിയിൽ നമുക്ക് നടത്തി കൊടുത്തൂടെ? വെസ്റ്റേജ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വെച്ചപ്പോ ആഗ്രഹിക്കാത്ത വീട് ഇന്ന് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? നമ്മൾക്ക് സ്വപ്നം കണ്ട ഒരു കാറ് നമുക്ക് മേടിച്ചൂടെ? നമ്മളെ യാത്രകളില് ലണ്ടനില്, തായ്ലാന്റിലേക്ക്, സ്വിറ്റ്സർലാൻഡിലേക്ക് നമുക്ക് പറന്നൂടെ? അല്ലെങ്കിൽ ഇത് കയ്യിലില്ലെങ്കിൽ പറക്കോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരും നെഗറ്റീവ് ആക്കിയാലും ഒരിക്കലും ബാക്കോട്ട് നിൽക്കരുത്. ഡോണ്ട് കം ബാക്ക്, ഗോഡ്സ് സ്ട്രൈറ്റ്. നിങ്ങൾ മുന്നോട്ട് പോവാ. ഇതിൽ വിജയമുണ്ട്, വിജയിച്ചവർ നമ്മളെ മുമ്പിലുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വിജയിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വെസ്റ്റേജിൽ എനിക്ക് ആയുസുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കും, 100% ഉറപ്പാണ്. കാരണം ഒരു സിൽവർ ഡയറക്ടർ ആയിരിക്കുമ്പോ 30,000 രൂപന്റെ മേലെ വരുമാനം മേടിച്ച വ്യക്തിയാണ് ഞാൻ. സിൽവർ ഡയറക്ടറിൽ ഇപ്പൊ ഞാൻ ഗോൾഡിലേക്ക് കടന്നു.